എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാമി ഉദിത് ചൈതന്യ ഉത്തരം നൽകുന്ന ഗുരു ഉവാച എന്ന ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം സ്വാമിജി. നമസ്കാരം, പ്രണാമം. എല്ലാവർക്കും കോടി 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 പ്രണാമം. പലപ്പോഴും പല കുടുംബങ്ങളുടെയും താളം തെറ്റിക്കുന്ന ഒന്നാണ് രണ്ട് മതങ്ങൾ തമ്മിലുള്ള വിവാഹം. സ്വാമിജി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും ഇത് ഇന്ന് വളരെയധികം സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. പല കുടുംബങ്ങളുടെയും താളം തെറ്റുന്ന ഒരു അനുഭവം ഞാനും നേരിട്ട് പല കുടുംബങ്ങളിൽ നിന്നും കേട്ടിട്ടും അനുഭവിച്ചിട്ടുമുണ്ട്. എനിക്ക് ഈ സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികളോടൊക്കെ പറയാനുള്ളത്, രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവർ കല്യാണം കഴിച്ചു എന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ എന്താ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മതം അല്ല പ്രാധാന്യം, സംസ്കാരങ്ങളാണ്. ഇപ്പോൾ ഒരേ മതത്തിൽ തന്നെ ഉള്ളവരായാലും ശരി, സംസ്കാരം ശരിയല്ലെങ്കിൽ, സംസ്കാരം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാളെ ഉൾക്കൊള്ളാനുള്ള കഴിവ്, ഒരാളെ ഗൈഡ് ചെയ്യാനുള്ള കഴിവ്, ഒരാളെ തെറ്റുകൾ സംഭവിച്ചാലും തോളിൽ തട്ടി പ്രോത്സാഹിപ്പിക്കാനുള്ള കഴിവ്, ഇത്തരത്തിലുള്ള ഉന്നതമായ സംസ്കാരങ്ങൾ ഇല്ലാതെ പോയാൽ പിന്നെ ആ കുടുംബ ബന്ധം, ജീവിത ബന്ധം മുന്നോട്ട് പോവില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം സംസ്കാരങ്ങൾ മറ്റു മതവിഭാഗങ്ങളിൽ ഉള്ളവരുണ്ടെങ്കിൽ ആ വിവാഹം വളരെ ശ്രേഷ്ഠമാണ്. പക്ഷേ നമ്മുടെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭാരതത്തിൻ്റെ സംസ്കാരമല്ലാത്ത ഇതര സംസ്കാരങ്ങൾക്ക് പുരോഹിത വർഗത്തിൻ്റെ വലിയൊരു മേധാവിത്വം ഇന്ന് അവർക്കുണ്ട്. വിവാഹം നടക്കണമെങ്കിൽ അവർക്ക് അവരുടെ മതസ്ഥാപനങ്ങൾ ആവശ്യമാണ്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു കുട്ടി ജനിച്ചാൽ മതം അവരെ സ്വാധീനിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും മതപുരോഹിതന്മാർ അനാവശ്യ ഇടപെടലുകൾ മറ്റ് മതങ്ങളിലുള്ളത് കൊണ്ട് വ്യത്യസ്തമായൊരു മതത്തിൽ നിന്ന് ആ മതങ്ങളിലേക്ക് പോകുന്നവർ ഇത്തരം അനുഭവങ്ങളിലൂടെ ഇഷ്ടമല്ലെങ്കിലും കടന്നു പോവാൻ ബാധ്യസ്ഥരാണ്. അതൊരു പക്ഷേ മാനസികമായ സംഘർഷങ്ങൾക്ക് ഇടവരുത്തും. എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, വളരെ ശക്തമായ രണ്ട് തീരുമാനം ഗവൺമെൻറ് എടുത്തേ പറ്റുള്ളൂ. ഒന്ന്, വിവാഹം കഴിക്കാനോ അതുപോലെ തന്നെ കുട്ടി ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മേലെയോ അതേപോലെ മരിച്ചു കഴിഞ്ഞാലോ ഒരു തരത്തിലും ഒരു മതസ്ഥാപനങ്ങളും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടരുത് എന്നൊരു ബില്ലിവിടെ പാസ്സാക്കാൻ സാധിച്ചാൽ പുരോഹിത വർഗത്തിൻ്റെ മേധാവിത്വം ഇല്ലാതെയാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് മതത്തിലുള്ളവർ കല്യാണം കഴിച്ചാൽ എന്താണ്? കാരണം അവരവരുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. ഈ അടിച്ചേൽപ്പിക്കലെല്ലാം കുറേ കഴിഞ്ഞാൽ പ്രതിഷേധങ്ങളായി മാറും. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം വരും. 80% ആളുകൾ നോ റിലീജിയനിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്ക് റിലീജിയൻ ഇല്ല, അവർ ഫ്രീ തിങ്കിങ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ആരാണ് ഇതിന് ഉത്തരവാദികൾ? അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു പുരോഹിത വർഗ്ഗമാണ് അവർ ആ തരത്തിലാക്കിയത്. അവർ പള്ളികളിലോ ഒന്നും പോകാൻ അവർക്ക് ഇഷ്ടമല്ല. കാരണം അവർ പറയുന്നത് വൈ ഷുഡ് വി ഫോളോ ദീസ് പീപ്പിൾ എന്നാണ്. ശരിയാണത്. അവിടെയാണ് ഭാരതത്തിന് മഹത്വം. നമുക്ക് കല്യാണം കഴിക്കാൻ ഒരു ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ? ഒരു പുരോഹിതനും നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുന്നില്ല. അതേപോലെ കുഞ്ഞായിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ആ കുട്ടിയുടെ മേലെ തീർത്ഥം തളിക്കണമെന്നോ, ആ കുട്ടി എന്നാലേ ഹിന്ദു ആവുള്ളൂ എന്നുള്ളോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം. കുട്ടിയുടെ ജന്മ സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ആ കുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും അഡ്മിഷന് വേണമെങ്കിൽ അത്രയും സ്വാതന്ത്ര്യം. മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുരോഹിതൻ്റെ ആവശ്യമില്ല. ഉണ്ടോ? ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഏത് ശ്മശാനത്തിൽ വേണമെങ്കിലും ആ ശവം കത്തിക്കാൻ സാധിക്കും. ഈ സ്വാതന്ത്ര്യമുള്ള ഭാരതീയ സംസ്കാരത്തെ പോലെ മറ്റ് സംസ്കാരങ്ങളും ഉയർന്നു വരികയാണെങ്കിൽ ഞാൻ പറയും മതങ്ങൾ തമ്മിലുള്ള കല്യാണത്തിൽ ഒരു തെറ്റുമില്ല. പക്ഷെ പുരോഹിത വർഗം അവരുടെ മേധാവിത്വം പുലർത്തുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും അത് മനസ്സിനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശിക്ഷയായി മാറുമ്പോൾ ഞാൻ പറയും ഇത്തരം വിവാഹങ്ങൾ ശരിയല്ല എന്നുള്ളത്. കാരണം ഒരു വ്യക്തിയുടെ കാരണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് മതം നോക്കിയിട്ടല്ല, ആണോ? ഒരു കുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ആൺകുട്ടിയെ വിവാഹം കഴിക്കുന്നുവെങ്കിൽ ആ പെൺകുട്ടി നോക്കേണ്ട അവൻ്റെ ഹിന്ദു ആയതുകൊണ്ടല്ല, അവനിലുള്ള ചില മൂല്യങ്ങളും അവനിലുള്ള സംസ്കാരവും കണ്ടിട്ടാണ്, അല്ലേ? പക്ഷെ ഇതിനെ ചൂഷണം ചെയ്യാൻ ഒരു പുരോഹിത വർഗത്തെ അനുവദിക്കാൻ പാടില്ലേ? ശരിയാണോ? അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്ക് പള്ളിയിൽ പോവാതെ, അല്ലെങ്കിൽ അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ലെങ്കിൽ പോവാതെ ഒരു ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ സാധിക്കണം. ഇന്ന് പലപ്പോഴും ഹൈക്കോടതികളൊക്കെ ഇടപെടേണ്ടി വരുന്നുണ്ട്. അതായത് പള്ളിയിൽ പോവാത്തവൻ്റെ ശവം പള്ളിയിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതൊരു തരം മൂഢത്വമാണ്. സത്യത്തിൽ ഞാൻ ജനങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പള്ളിയിൽ വെച്ചാലാണോ ശവം? ഇത് പഞ്ചഭൂതത്തിൽ നിന്ന് വന്ന് പഞ്ചഭൂതത്തിലേക്ക് പോകുന്ന എവിടെ വെച്ചാലെന്ത്? ഏത് ശ്മശാനത്തിൽ കത്തിച്ചാലെന്ത്? ഇത് പള്ളിയിൽ വെച്ചാൽ ഇതൊക്കെ നിങ്ങളെ പുരോഹിത വർഗം തെറ്റായി ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധമായ വിശ്വാസങ്ങളെ നിങ്ങൾ വലിച്ചെറിഞ്ഞ്
ഉന്നതമായ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിലേക്ക് തിരിച്ചു വരണം. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനുള്ളിൽ ഭാരതീയ സംസ്കാരമുണ്ടല്ലോ അത് തിരിച്ചു വരുന്നു. കാരണം അത്ര സ്വാതന്ത്ര്യം, അത്ര ഒരു ഉന്നതമായ ചിന്ത, ആരെയും ഒന്ന് അടിച്ചേൽപ്പിക്കാതെ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്ന സംസ്കാരം അതിങ്ങനെ കൂടുതൽ കൂടുതൽ വരികയാണ്. അതുകൊണ്ട് ആ ഒരു സംസ്കാരം ഉള്ള ഒരു കാലഘട്ടത്തിലാണെങ്കിൽ മതങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചുകൊണ്ട് യാതൊരു തെറ്റുമില്ല. കാരണം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ജീവിതം എങ്ങനെ വേണമെങ്കിൽ കൊണ്ടു നടക്കാം. എന്നാൽ പുരോഹിതന്മാർ ഇടപഴകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മതങ്ങൾ തമ്മിലുള്ള വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള കല്യാണം അതൊരു വലിയ വിഷമം തന്നെയാണ്. കാരണം അനാവശ്യമായ പുരോഹിത വർഗത്തിൻ്റെ ഇടപെടൽ അത് അവരുടെ ജീവിതത്തിൻ്റെ സുഖത്തിനെ താളം തെറ്റിക്കും. അങ്ങനെ എത്രയോ ക്രൂരത കാണിച്ച് ഈ ലോക ജീവിതത്തിൻ്റെ താളം തെറ്റിച്ച കഥകളാണ് പാശ്ചാത്യ ലോകത്തിന് പറയാനുള്ളത്. തിരിച്ചറിയൂ, നിങ്ങൾ സത്യത്തെ മനസ്സിലാക്കി നിങ്ങളെല്ലാവരും നല്ലത് ചിന്തിക്കുവാനും നല്ല സംസ്കാരം ഉൾക്കൊണ്ടവരായി മാറാനും ശ്രമിക്കണം. നമ്മുടെ ഒരു കുറച്ചു കാലത്തിനുള്ളിൽ വരുന്ന തലമുറകൾക്കെങ്കിലും മതബോധത്തിൽ നിന്ന് വിട്ട് ആത്മീയ ബോധമുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാനും ആർക്കും ആരെയും നല്ല സംസ്കാരങ്ങളുള്ളവരെ കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. ലോകത്തിലെ ആദ്യത്തെ മതമായ ഹിന്ദു സംസ്കാരം പല പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയിട്ടും അത് നിലനിന്നു. എന്തായിരിക്കും അത് നിലനിർത്തിയ ഘടകം? വളരെ ഒരു അർത്ഥവത്തായ ചോദ്യമാണ്. 5000-ഓളം വർഷം പഴക്കമുള്ള ഭാരതീയ സംസ്കാരം, ഞാൻ 5000-ഓളം പറയുന്നത് മാത്രം, അപ്പം അതിൻ്റെ പല ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, വേദത്തിൻ്റെ പല സൂക്തങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ 10000-ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് ശാസ്ത്രകാരന്മാരിൽ ചില ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു സത്യം ഇതാണ്, ഏറ്റവും ചിരപുരാതനമായ സംസ്കാരം ഭാരതത്തിൻ്റേതാണ്. അതിനുശേഷമാണ് മറ്റുള്ള സംസ്കാരങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ സംസ്കാരത്തിനെ നശിപ്പിക്കാൻ പല പാശ്ചാത്യ ശക്തികളും ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇഞ്ചിക്ക് വേണ്ടി വന്നവർ നമ്മളെ വഞ്ചിച്ചു പോയി എന്നുള്ളത് സത്യമാണത്. അവർ വന്നത് കച്ചവടത്തിനാണെങ്കിലും ക്രമേണ ഇവിടുത്തെ ആളുകളെ മതപരിവർത്തനം ചെയ്ത് അവർ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെല്ലുവിളികളെയൊക്കെ നമുക്ക് നേരിടാൻ സാധിച്ചതിന് കാരണം നമ്മുടെ ഭാരത സംസ്കാരം അത് ഒരു ശാസ്ത്രത്തിലൂന്നിയതാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ യുക്തി ചിന്തകളും അതേപോലെ അനുഭവിച്ചറിയാൻ കഴിയുന്നതും ആയിട്ടുള്ള എന്താ പറയുക കണ്ടെത്തലുകളാണത്. അപ്പോൾ ഓരോ മനുഷ്യനും ചിന്തിക്കുവാനും ആ ചിന്തിച്ച് സത്യത്തെ മനസ്സിലാക്കുവാനും ആ സത്യത്തെ അനുഭവിക്കുവാനും ഇത്ര സ്വാതന്ത്ര്യവും ഒരു ഫ്രീഡവും തരുന്ന മറ്റൊരു സംസ്കാരം ലോകത്തിലില്ല. മറ്റു മതങ്ങളൊക്കെ കമാൻഡ്മെൻ്റാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഭാരത ഋഷീശ്വരന്മാർക്ക് കമാൻഡ്മെൻറ്റുകളില്ല. ഇവിടെ ഉള്ളതൊക്കെ ഋഷിമാരുടെ അനുഭവങ്ങളാണ്. അപ്പോൾ ഋഷീശ്വരന്മാർ പറയുന്നത് നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കൂ. അപ്പം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാൻ ഗീത പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൃഷ്ണൻ പറയുന്നത്, അർജുന ഞാൻ മുമ്പുണ്ടായിരുന്നു, നീ മുമ്പുണ്ടായിരുന്നു, എല്ലാവരും മുമ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ശരിയാണ്, ഈ മനസ്സിൻ്റെ സംസ്കാരങ്ങൾ, ജനിച്ചു വരുന്ന സംസ്കാരങ്ങൾ അത് മുമ്പ് ഉണ്ടായിരിക്കണം. കാരണം ഇല്ലാത്തതൊന്നും ഉണ്ടാവുകയില്ല. അപ്പം കൃഷ്ണൻ പറയുന്നത് നാം ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ അനുഭവമായി മാറുകയാണ് എന്നത് നമ്മുടെ ഒരു കൺവിക്ഷനായി മാറുമ്പോൾ അതൊരു ശാസ്ത്ര സത്യമാണ്. ഇങ്ങനെ ഭാരത ഋഷീശ്വരന്മാരുടെ അന്വേഷണത്തിൻ്റെ കണ്ടെത്തലുകളും അത് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കി കൊടുത്ത് അവരെയും ആ തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്നതുമാകുമ്പോൾ അത് സനാതനമായി പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്. എന്നും നിലനിൽക്കുന്ന ശാസ്ത്രീയ സത്യമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും, ഭാരതീയ സംസ്കൃതിയെ വിളിക്കേണ്ടത് ശാസ്ത്രങ്ങൾ എന്നാണ്. ഇപ്പം മറ്റുള്ള മതങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളെ വേദഗ്രന്ഥങ്ങൾ എന്നൊക്കെ വിളിക്കുമ്പോൾ ഭാരതീയ ഋഷീശ്വരന്മാർ ഇതിനെ വിളിക്കുന്നത് ധർമ്മശാസ്ത്രം എന്നാണ്. ഈ ധർമ്മശാസ്ത്രം എന്ന വാക്ക്, ധർമ്മം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളേണ്ടത്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ സത്യത്തെ. അപ്പോൾ ഈ ശാസ്ത്രീയമായ സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ബോധ്യം വരും. അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഋഷിമാർ പറഞ്ഞത് വളരെ സത്യമാണ്. അപ്പം നിങ്ങൾക്കിത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഗുരുശിഷ്യ ബന്ധങ്ങളിലൂടെ നമുക്ക് കടന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ഉദാഹരണത്തിന് ഒരു 5 കാര്യങ്ങൾ നമുക്ക് കാണാം മറ്റു മതങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഭാരതീയ സംസ്കാരം വ്യത്യസ്തമായിരിക്കുന്നത്. ഉദാഹരണത്തിന് മറ്റു മതങ്ങൾ വിശ്വാസം എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ, ദൈവവിശ്വാസം, ഭാരതീയ ഋഷീശ്വരന്മാർ ഉപയോഗിക്കുന്ന വാക്ക് ബോധം എന്നാണ്. വിശ്വസിക്കുക എന്നതും ബോധം എന്നുള്ള വാക്കും ഏറെ വ്യത്യാസമുണ്ട്. ഇപ്പം വിശ്വാസം എപ്പോഴും നമുക്കറിയാം, ഒരാളെ ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അയാളുമായിട്ടുള്ള ഒരു ബന്ധമില്ല. ബോധം എന്ന് പറയുമ്പോൾ കുറേയും കൂടി ഉറപ്പാണ്, അടുപ്പമുണ്ട്.
ഇപ്പോൾ ഭാര്യയും ഭർത്താവും തന്നെ ബന്ധം, ആ അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം. നമ്മൾ ഒരിക്കലും പറയില്ല എനിക്കൊരു അച്ഛനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. പറയാറുണ്ടോ? ഭാര്യ പറയോ ഇതെൻ്റെ ഭർത്താവാകുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന്? പറയോ ഇതെൻ്റെ മക്കളാകുന്നു ഞാൻ വിശ്വസിക്കുന്നു? നമ്മളാരും പറയാറില്ല. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്നൊരു വാക്കാണ്. നേരെ മറിച്ച് ബോധം എന്ന് പറയുമ്പോഴോ ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണ്, എനിക്ക് ബോധമുണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ഇതുപോലെ ഈശ്വരൻ എൻ്റെ അന്തരാത്മാവാണ് എന്നതെനിക്ക് ബോധമുണ്ട്. ഈ ബോധം എന്നുള്ള വാക്കാണ് ഭാരതീയർ ഉപയോഗിച്ചത്. ബോധം വരുത്തുവതിന് ആളായി നിന്നപര ആചാര്യ രൂപഹരി നാരായണായ നമ. ഈ ബോധം എന്നുള്ള വാക്ക് അനവധി തവണ ഉപയോഗിച്ചിട്ടുണ്ട്. സാന്ദ്രാനന്ദ അവബോധം. അതുപോലെ തന്നെ കേനോപനിഷത്തിൽ പറയും പ്രതിബോധ വിദിതം മതം. ഗീത തുടങ്ങുമ്പോഴും അങ്ങനെയല്ലേ, പാർത്തായ പ്രതിബോധിതാം. അങ്ങനെ ഭാരതീയ സംസ്കാരം ബോധത്തിൻ്റെയാണ്. അപ്പം ഇതിലേതാ ശരി? വിശ്വാസം എന്നതാണോ ബോധം എന്നതാണോ? ബോധം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് ഈശ്വരൻ എന്നുള്ള കാര്യം പറയുമ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തൊരു പോയിൻ്റാണ്, ഒരേ ഒരു ഈശ്വരനാണ് എല്ലാവരും നിൽക്കുന്നത് എന്ന്. അതാണ് ശാസ്ത്രീയത. അപ്പം നമുക്ക് മനസ്സിലായി ഒരു ഈശ്വരൻ എന്നത് വിശ്വാസമാണ്. അത് ഒരിക്കലും ലോജിക്കല്ല. കാരണം മനുഷ്യനെ ഈശ്വരനെ വേർതിരിക്കുമ്പോഴാണ് ഒരു ഈശ്വരൻ. എന്നാൽ ഒരേ ഒരു ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതിൽ ശാസ്ത്രീയത ഉണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ മൂന്നാമത് മറ്റു മതങ്ങൾ പറയുന്നതിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, ഇപ്പം ദൈവം പുറത്താണെന്ന സങ്കല്പത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ രക്ഷിക്കണമേ എന്ന്. എന്നാൽ ഭാരതീയർ അർപ്പണം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അന്തരാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ട, അന്തരാത്മാവിലേക്ക് നിങ്ങളുടെ മനസ്സിനെ, ദുർബല മനസ്സിനെ അർപ്പിക്കുമ്പോൾ നിങ്ങൾ ആ അന്തരാത്മാവിലേക്ക് ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ ശക്തിയും ധൈര്യവും കൂടുന്നു. അപ്പം പ്രാർത്ഥനയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് അർപ്പണം എന്നുള്ള വാക്കാണ്. അതേപോലെ മറ്റു മതങ്ങൾ അവരുടെ ജീവിത ലക്ഷ്യമായി കാണുന്നത് എന്താ പറയുക, സ്വർഗം ആണ്. സ്വർഗവും നരകവും ഉണ്ടെന്ന ഒരു ധാരണയിലാണ് അവരുടെ മതങ്ങളൊക്കെ നിൽക്കുന്നത്. എന്നാൽ ഭാരതീയ ഋഷീശ്വരന്മാർ സ്വർഗനരകങ്ങളെ അല്ല ലക്ഷ്യമായി കാണുന്നത്, മോക്ഷമാണ്. അപ്പോൾ മോക്ഷം എന്നുള്ള വാക്കിന് അർത്ഥം മരിക്കുക എന്നുള്ളതല്ല, മോഹക്ഷയം എന്നാണ്. അതായത് മനുഷ്യൻ അവൻ്റെ എല്ലാ ദുർബല ചിന്തകളിൽ നിന്നും അവൻ്റെ വ്യാപ്തിയുള്ള വിവേക ചിന്തയിലേക്ക് അലിഞ്ഞു ചേരുന്നതിനെയാണ് മോഹങ്ങളിൽ നിന്നും, മോഹങ്ങൾ ക്ഷയിച്ച് വിവേകത്തിലേക്ക് ഉയരുന്നതിനെയാണ് മോഹക്ഷയം, മോക്ഷം എന്ന് പറയുന്നത്. അത് ശാസ്ത്രീയമാണ്. ഏത് വ്യക്തിക്കും അവരുടെ ദൗർബല്യത്തെ വിട്ട് അവരുടെ ആ പൂർണ്ണതയിലേക്ക്, ആ വിവേകത്തിലേക്ക് ഉയരാനുള്ള കഴിവുണ്ട്. ഒരു രത്നാകരൻ എന്നൊരു കള്ളൻ അവൻ്റെ എല്ലാ ദൗർബല്യങ്ങളും വിട്ട് അവൻ്റെ വ്യാപ്തിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. എത്രയോ മഹാന്മാർ, ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത ഗോപികമാർ, ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത ശബരീദേവി, കാട്ടിൽ വസിച്ച ശബരീദേവി, ഇവർക്കൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്താ പ്രയാസം? അപ്പം അതുകൊണ്ട് ഭാരതീയ സംസ്കാരം മറ്റു സംസ്കാരങ്ങളിൽ നിന്ന് ഏറെ വിഭിന്നമാണ്. ഇത് വളരെ ശാസ്ത്രീയമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്നതിനെ യുക്തി ചിന്ത കൊണ്ട് ബോധ്യപ്പെട്ട്, കൃഷ്ണൻ പറയുന്നത് പോലെ വിമർശയേത് അശേഷേണ, നിങ്ങൾക്ക് വിമർശനം ചെയ്ത് ഇത് ചോദ്യം ചെയ്യാൻ പറ്റും. മറ്റത് ചോദ്യം ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ കൽപ്പന ചോദ്യം ചെയ്താൽ നിങ്ങൾ നരകത്തിലാണ്. ഇവിടെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഗുരുവിനെ നിങ്ങൾക്ക് വിമർശിക്കാം, ഗുരു പറഞ്ഞതിനെ നിങ്ങൾക്ക് വിമർശിക്കാം. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിനെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാം. എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ പറയണു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിശദമായി അതിനെ പരിശോധന ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം യഥാ ഇച്ഛസി തഥാ കുരു, നിങ്ങൾക്കത് കൺവിക്ഷൻ ആയതിനു ശേഷം നിങ്ങളത് അഭ്യസിക്കൂ എന്ന് പറയുമ്പോൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യം, ഭാരതീയ സംസ്കാരത്തിൻ്റെ ആ ചിന്തയിലുള്ള ശാസ്ത്രീയത, ആ ചിന്തയിലുള്ള അങ്ങേയറ്റത്തെ ഒരു എന്താ പറയുക വിവേകം, ചിന്തയിലുള്ള ലോജിക്ക്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കാര്യം മനസ്സിലാക്കി ആ ചിന്തകളെ ആ പരമസത്യത്തിൽ അർപ്പിച്ചുകൊണ്ട്, തൻ്റെ അന്തരാത്മാവിൽ അർപ്പിച്ചുകൊണ്ട് പൂർണ്ണത നേടാൻ വഴി കാണിക്കുന്ന ഭാരതീയ സംസ്കാരത്തിന് തുല്യം നിൽക്കാൻ ലോകത്തിലെ മറ്റൊരു സംസ്കാരത്തിനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഭാരതത്തിന് മഹത്വം. അതുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരം ഇന്ന് എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും ഉയർന്നു നിൽക്കുന്നു, ഉന്നതമായി നിൽക്കുന്നു. സ്വാമിജി, അതേപോലെ തന്നെ പല മറ്റ് മതങ്ങളെല്ലാം പ്രചരിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഭാരതീയ സംസ്കാരം പ്രചരിക്കപ്പെടുന്നില്ല? ഈ ഒരു ചോദ്യം വളരെ ഒരു സത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം മറ്റു മതങ്ങൾക്കൊക്കെ പ്രചാരത്തിൽ ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഭാരതീയ സംസ്കാരം ഈ കാര്യത്തിൽ വളരെ പുറകിലാണ്. അതുകൊണ്ടാണ് ചിരപുരാതനം എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നുവെങ്കിലും ഇന്നും ചിരപുരാതനം തന്നെയാണത്, വളരെ പുറകിലാണത്. കലാമണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ കാര്യം എന്നതുപോലെ നമ്മൾ ചിരപുരാതനം എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള സംസ്കാരമാണ്. ഇന്നും ആദ്യം തന്നെ നിൽക്കുകയാണ്, അവിടെ നിന്ന് മുന്നോട്ട് വരുന്നില്ല.
അതിനൊരു പ്രധാന കാരണം മറ്റു മതങ്ങൾക്ക് സാധിച്ചിട്ടുള്ള ഒരു കാര്യം, അവർ പ്രചാരകന്മാരെ സൃഷ്ടിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പ്രചാരകന്മാർക്ക് ദൈവം പ്രത്യേക ഒരു സ്ഥലം കൊടുക്കുന്നുണ്ടത്രേ. അപ്പോൾ അവർക്ക് ഒരു ഇൻസെൻറ്റീവ് കിട്ടാൻ പോകുന്നുണ്ട്, അവർക്ക് ദൈവം ചില പരിഗണനകൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് VIP ട്രീറ്റ്മെൻ്റ് ഒക്കെ അവർക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ പ്രചാരകന്മാരാക്കി തീർത്തത്. ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരു ദൈവം VIP ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനില്ല, അതുകൊണ്ട് പിന്നെ പ്രചാരകന്മാരില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ആ ഒരു തരത്തിൽ നമുക്ക് സാധിച്ചിട്ടില്ല. അത് ശരിയുമാണ്. എന്തിനു നമ്മൾ ജനങ്ങളെ വഞ്ചിക്കണം? അങ്ങനെ ഒരു ദൈവം പുറത്തുണ്ടെന്നും ദൈവം VIP ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അവരെ മാലാഖമാരുടെ സ്ഥാനം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു തരം വിശ്വാസവഞ്ചന തന്നെയാണ്. എന്നാൽ ഭാരതീയ സംസ്കാരം അത് നിന്നത് മുഴുവൻ സത്യം സാക്ഷാത്കരിച്ച, സത്യം ഉൾക്കൊണ്ട മഹാത്മാക്കളിലൂടെയാണ്. ഇപ്പം വിവേകാനന്ദ സ്വാമികൾ ഒന്ന് മതി നമുക്ക്, ശങ്കരാചാര്യസ്വാമികൾ ഒന്ന് മതി, നാരായണ ഗുരുദേവൻ ഒരാൾ മതി. അപ്പം അവരൊന്നും ലോകത്തിൽ പോയിട്ടില്ലെങ്കിലും ഇന്ന് ലോകം അവരുടെ പിന്നാലെ പോകുന്നുണ്ട്. കാരണം ലോകത്തിന് മനസ്സിലാവുന്നുണ്ട് അവരെ സാക്ഷാത്കരിച്ച സത്യം ഏത് സാധാരണക്കാരനും സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. നാരായണ ഗുരുദേവൻ പറയുന്ന ഒരു സത്യമുണ്ടല്ലോ, എല്ലാവരും ഈശ്വരാംശമാണ്, എല്ലാവരും ഈശ്വരിൽ നിന്ന് വന്നവരാണ്, എല്ലാവരും ഈശ്വരിലേക്ക് ഉയരേണ്ടവരാണെന്ന് പറയുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ ജനങ്ങൾക്കൊന്ന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റു മതങ്ങളൊക്കെ പ്രചാരത്തിൽ മുന്നിലാണെങ്കിലും നമ്മൾ വിചാരത്തിൽ വളരെ മുന്നിലാണ്. കുള്ളന്മാരെ കുറിച്ച് പറയാറുണ്ട്, എന്താണ്, ആള് രൂപം കൊണ്ട് ചെറുതാണെങ്കിലും എന്താ പറയുക, നമ്മൾ പറയാറില്ലേ, സൈസ് ചെറുതാണെങ്കിലും ചിന്തനം കൊണ്ട് ആള് ഉന്നതമായി വലിയവരാണ് എന്ന് പറയുന്നത് പോലെ ഭാരതീയ സംസ്കാരം വിചാരത്തിൻ്റെ സംസ്കാരമാണ്. അതിന് പ്രചാരം ആവശ്യമില്ല. നല്ല സാധനത്തിന് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ട കാര്യമില്ല, ആളുകൾ അതിലേക്ക് വന്നോളും. മാർക്കറ്റിംഗ് ചെയ്യും തോറും അതൊരു ഊക്കിൽ അങ്ങോട്ട് പോവും, പിന്നെ കുറേ കഴിഞ്ഞാൽ അത് അതോടുകൂടി നിൽക്കും. ക്വാളിറ്റി ഇല്ലാത്തതെല്ലാം വെറും ക്വാണ്ടിറ്റി കാണിച്ചത് കൊണ്ട് കാര്യമില്ല. ഭാരതീയ സംസ്കാരം ക്വാണ്ടിറ്റിയിൽ വിശ്വസിക്കുന്നില്ല, ക്വാളിറ്റിയിലാണ് വിശ്വസിക്കുന്നത്, അല്ലേ? നല്ല ഹോട്ടലുകളുടെ ഒന്നും പ്രചാരം ആവശ്യമില്ല, അതൊക്കെ നമ്മൾ അവിടെ പോയി അന്വേഷിച്ച് ഭക്ഷണം കഴിക്കും. എനിക്കറിയാം, ഞാൻ കാലിക്കറ്റിൽ ഉള്ളൊരു കാലഘട്ടത്തിൽ അവിടെ കുറച്ച് കാലം ജോലി ചെയ്യാൻ ഇട വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊരു സ്ഥലമുണ്ട്. വളരെ ഉള്ളോട്ട് പോയിട്ടാണ് കഴിക്കുക. നല്ലൊരു സ്ഥലമാണ്, നല്ല സൂപ്പർ ഭക്ഷണമാണ്, ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അത്തരം ഒരു ഹോംലി ഫുഡ് അവിടെ കിട്ടുന്നു. ശരിയാണ്, വളരെ കുറച്ച് ആളുകളെ അത് കഴിക്കാനുണ്ടാവുള്ളൂ, പക്ഷെ നല്ല സൂപ്പർ ഫുഡായിരിക്കും. കാരണം അവരെ ഒരു ഫാമിലി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്, അവരതിൽ അർപ്പണത്തോടു കൂടി ചെയ്യുന്നു. അങ്ങനെ ഒരു ഭക്ഷണത്തെക്കുറിച്ച് അവർ പ്രചരിപ്പിച്ചിട്ടില്ല, പക്ഷേ ആവശ്യക്കാരവിടെ എത്തിച്ചേർന്നിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഭാരതീയ സംസ്കാരം പൂവിലിരിക്കുന്ന തേൻ പോലെയാണ്. വണ്ടിനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, നമ്മൾ വണ്ട് ഇങ്ങോട്ട് വന്ന് ആ തേൻ എടുക്കും. അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിന് വേണ്ടത് നിങ്ങൾ ഓരോരുത്തരും പൂക്കളായി മാറുകയാണ്. നിങ്ങളെല്ലാം ഋഷീശ്വരന്മാർ പറഞ്ഞ ഈ സത്യം ഉൾക്കണം. കൃഷ്ണൻ പറയും, തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യാകാരി വ്യവസ്ഥിച്ചു. ഈ ശാസ്ത്രങ്ങളെ നിങ്ങൾ പഠിക്കൂ. കൃഷ്ണൻ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? വ്യാസൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ശരിക്കും ഒന്ന് മനസ്സിലാക്കി ആ ചിന്തനം ചെയ്ത്, കൃഷ്ണൻ പറഞ്ഞതുപോലെ അർജുനൻ ചിന്തിച്ചതുകൊണ്ടാണ് അർജുനനും ആ തരത്തിൽ ഉയരാൻ സാധിച്ചത്. ഇന്ന് ഭൂരിപക്ഷം ആളുകൾ ചിന്തിക്കുന്നവരല്ല, അവരെല്ലാം ആചരിക്കുകയാണ്. കൃഷ്ണൻ ഉണ്ട് അവിടെ ദൈവമായിട്ടെന്ന് കരുതി അങ്ങനെ ഒരു അന്ധമായ ആചരണമാണ്. അപ്പോൾ ആ വിചാരത്തിലേക്ക് നമ്മൾ ഉയർന്ന് വിചാരത്തിലൂടെ നമ്മളെ പടിപടിയായി ഉയർത്തുമ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണൻ ഏത് സത്യത്തെ സാക്ഷാത്കരിച്ചിട്ടുണ്ടോ, രാമകൃഷ്ണ പരമഹംസർ ഏത് സത്യത്തെ സാക്ഷാത്കരിച്ചിട്ടുണ്ടോ, ശങ്കരാചാര്യസ്വാമികൾ, നാരായണ ഗുരുദേവനോ ഏത് സത്യത്തെ സാക്ഷാത്കരിച്ചിട്ടുണ്ടോ, അത് സാക്ഷാത്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അങ്ങനെ നമ്മളെല്ലാവരും ഇതിൻ്റെ പ്രചാരകന്മാരല്ല, ഇതിൻ്റെ വിചാരസത്ത ഉൾക്കൊണ്ടവരായി മാറട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്വാമിജി, മറ്റു മതങ്ങൾക്കെല്ലാം ഒരു ആധികാരിക ഗ്രന്ഥമുണ്ട്. ഹിന്ദുക്കളുടെ ശാസ്ത്രഗ്രന്ഥം ഏതാണ്? ഇത് ഏറെ പലരെയും അലട്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ബൈബിളുണ്ട്, മുസ്ലിംസിന് ഖുറാനുണ്ട്. ഹിന്ദുക്കളുടെ ഗ്രന്ഥം ഏതാണ്? രാമായണ, ഭാഗവതമാണ്, ഭഗവത്ഗീതയാണ്, അതാണ്? ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു സംശയം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കാരണം ഒരുപാട് പുസ്തകങ്ങളുണ്ട് നമുക്ക്. പുസ്തകങ്ങൾ, വേദം തന്നെ വിഭജിച്ച് വ്യാസഭഗവാൻ 4 വെച്ചിട്ടുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പിന്നെയാണെങ്കിൽ ശങ്കരാചാര്യസ്വാമികൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. ഉപനിഷത്തുകളാണെങ്കിൽ നമുക്ക് 108-ലധികം ഉപനിഷത്തുകളുണ്ട്. പുരാണങ്ങൾ 18 എണ്ണം ഉണ്ട്. ഒന്നിനൊരു കുറവില്ല, അത്ര റിച്ചാണ് നമ്മൾ. അതുകൊണ്ട് ഇതിലേതാണ് നമ്മുടേത്? ആകെ കൺഫ്യൂഷനാണ്. ചിലർ പറയും രാമായണമാണ്, ചിലർ പറയും രാമായണം എന്നല്ല ഭാഗവതം എടുക്കുമെന്ന്, ചിലർ പറയും ഇതൊന്നും വേണ്ട മഹാഭാരതം, തമ്മിൽ തല്ല എളുപ്പം അതാണ്, ചിലർ പറയും ഇതൊന്നുമല്ല ഭഗവത്ഗീതയാണ് വേണ്ടത്. ആകെ കൺഫ്യൂഷനാണ്. എല്ലാവരും എന്നിട്ട് അവസാനം കൺഫ്യൂഷൻ തീർക്കണമേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഓടി നടക്കുക. ഇതിനൊരു ഉത്തരം വേണം. അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ, വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഗ്രന്ഥമല്ല, ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കമാണ്
എസൻസാണ്, സത്യമാണ്. കാരണം എല്ലാ ഗ്രന്ഥത്തിലും പറഞ്ഞിരിക്കുന്ന സത്യം ഒന്നാണെന്ന് പറഞ്ഞാൽ എല്ലാവരിലുള്ള അന്തരാത്മാവിനെ എങ്ങനെ അതിനെ കണ്ടെത്തി സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് ഓരോ മഹർഷിമാരുടെയും അനുഭവത്തെ അവർ അതിന് അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളുടെ രീതികൾ വിവരിച്ചുകൊണ്ട് ചിലവർ കർമ്മയോഗത്തിൻ്റെ പാതയിലൂടെ പോയിട്ടുണ്ട്, ചിലർ അഷ്ടാംഗയോഗത്തിൻ്റെ ആസനാദികൾ യോഗത്തിലൂടെ പോയിട്ടുണ്ട്, ചിലർ പ്രാണായാമത്തിൻ്റെ യോഗത്തിലൂടെ പോയിട്ടുണ്ട്, ചിലർ ഭക്തിമാർഗത്തിൻ്റെ പാതയിലൂടെ പോയിട്ടുണ്ട്, ചിലർ ജ്ഞാനമാർഗത്തിൻ്റെ പാതയിലൂടെ പോയിട്ടുണ്ട്, ചിലർ ധ്യാനത്തിൻ്റെ പാതയിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ സാക്ഷാത്കരിച്ച സത്യം എല്ലാവരിലും ഉള്ള അന്തരാത്മാവിനെയാണ്. അപ്പോൾ ഗ്രന്ഥങ്ങൾ അവർ പറഞ്ഞ രീതികളൊക്കെ ഒരു വ്യത്യസ്ത ഗ്രന്ഥങ്ങളാണെങ്കിൽ ഇതിലേത് ഗ്രന്ഥമാണ് ശരി എന്ന ചോദ്യം തന്നെ തെറ്റല്ലേ? കാരണം അപ്പം നമ്മൾ പറയുന്നത് ആ പാത മാത്രം ശരിയെന്നല്ലേ? നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എല്ലാ ഗ്രന്ഥത്തിലുമുള്ള എസൻസ്, അത് ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ഭാരതീയ ഋഷീശ്വരന്മാർ പറയുന്നത്. ഇതുപോലെ ഏത് ഗ്രന്ഥങ്ങളാണ് നമ്മുടെ ആധികാരിക ഗ്രന്ഥം എന്നത് ആ ചോദ്യം തന്നെ ശരിയല്ല. മനസ്സിലാവുണ്ടല്ലോ? മറ്റുള്ളവർ ഗ്രന്ഥത്തിനെയാണ് ആധികാരികമായിട്ട് കാണുന്നത്. കാരണം അത് അവർ പറയുന്നത് ദൈവം കൊടുത്ത എന്താ പറയുക വേദ ബുക്കാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ തൊടുമ്പോഴൊക്കെ അവർക്ക് ഇളക്കങ്ങളൊക്കെ വരുന്നത്, ചില മതങ്ങൾ തീവ്രമായി മാറുന്നത്. ഭാരതീയർ പറയണത് ഗ്രന്ഥം നിങ്ങൾ കളഞ്ഞോളൂ, ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലുള്ളത് എടുക്കൂ. അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത പഠിച്ചാലും ഭാഗവതമൊക്കെ പഠിച്ചാലും അതിൻ്റെ എസൻസ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കാറുമില്ല. ശങ്കരാചാര്യസ്വാമികൾ പറയും രണ്ടു കൂട്ടർക്ക് ഈ ഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ല. ഇതുവരെ ഇതൊന്നും പഠിക്കാത്തവന് അതിൻ്റെ ആവശ്യമില്ല. രണ്ട്, ഈ കാര്യം ഉൾക്കൊണ്ടവനും അതിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് ഏത് ഗ്രന്ഥമാണ് നമുക്ക് ആധികാരികമായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ഗ്രന്ഥത്തിലൂടെയും നിങ്ങളിലുള്ള അന്തരാത്മാവിനെ കണ്ടെത്താൻ നിങ്ങൾ പരിശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള യഥാർത്ഥ മാർഗം തിരഞ്ഞെടുത്ത് ഏതാണ് നിങ്ങൾക്ക് സൂട്ടാവുന്നത്, ഭക്തിയുടേതാണോ കർമ്മത്തിൻ്റെയാണോ, ആ ഒരു മാർഗത്തിൽ ഊന്നിക്കൊണ്ട് അവർ സാക്ഷാത്കരിച്ച സത്യത്തെ നിങ്ങളും നിങ്ങളിൽ സാക്ഷാത്കരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലും ഞാനൊരു സജഷൻ ഇവിടെ പറയാനുള്ളത്, എങ്കിലും ഇന്ന് നമുക്ക് ഭാരതീയരെ സംബന്ധിച്ച് വളരെ എളുപ്പം നമ്മളെ ഉയർത്താൻ സഹായിക്കുന്ന 3 ഗ്രന്ഥങ്ങൾ പൊതുവേ നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന്, കേരളത്തിലെ സംബന്ധിച്ച് അധ്യാത്മ രാമായണം. നമുക്കറിയാം എല്ലാ വർഷവും ഒരു മാസം നമ്മൾ രാമായണം വായിക്കുന്നത്. രണ്ടാമത് ഇന്ന് വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ശ്രീമദ് ഭാഗവതം, വ്യാസരചിതമായ ഭാഗവതം. മൂന്നാമത്തത് ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ ഈ 3 പുസ്തകങ്ങളെ നമുക്ക് ആധികാരികമായി എടുത്ത്, അതിനർത്ഥം മറ്റുള്ളതൊന്നും ആധികാരികമല്ല എന്നുള്ളതല്ല, എല്ലാറ്റിൻ്റെ എസൻസ് ഒന്നാണ്. ഇത് കൂടുതൽ പോപ്പുലർ ആയതുകൊണ്ടും കൂടുതൽ ഇതിന് പ്രചാരമുള്ളത് കൊണ്ടും കൂടുതൽ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടും അതിനെടുത്തു പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ദിവസവും അല്പനേരം ഇതെല്ലാം വായിച്ചുകൊണ്ട് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഋഷിമാർ സാക്ഷാത്കരിച്ച സത്യം ഇഹൈവ, ഇവിടെ വെച്ച് തന്നെ ഈ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കും അനുഭവിച്ചറിയാൻ സാധിക്കും എന്നത് സത്യമാണ്.